കടമ്പഴിപ്പുറം സ്വദേശി ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് നേരത്തെ തിരച്ചിൽ നടത്തിയിരുന്നതാണെന്നും അവിടെ കുട്ടി പോകാൻ സാധ്യതയില്ലെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഇന്നലെ മിന്നാന്ന് ഡ്രോണും ഫയർഫോഴ്സിന്റെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ കുട്ടിയില്ല. ഡ്രോൺ നോക്കിയിരുന്നു, അവിടെ കുട്ടിയില്ല. അപ്പൊ ഒന്നും കുട്ടിയില്ല. ഇപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോ കുട്ടിയെ കാണണമെങ്കിൽ എന്റെ ദുരൂഹത ഇല്ലാതെ 4 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ബാബ ബുധൻഗിരിക്ക് താഴെ കർശന ഗുപ്പയിലെ 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ പരിശോധന പൂർത്തിയാക്കിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നത് സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ശ്രീനന്ദ തനിച്ച് ഈ ഭാഗത്തേക്ക് പോകില്ലെന്നും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും അവർ ആരോപിച്ചു. കുട്ടി ഒറ്റക്ക് വഴിമാറിയേറ്റം പോയിരുന്നു. ഇല്ല, ഒരു സാധ്യത. സപ്പോസ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറഞ്ഞ ഒരു കടയുടെ സൈഡിൽ ഡോഗ് കയറി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഉണ്ട്. അങ്ങോട്ട് കയറി അവിടെ ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതൊരു ആക്സിഡൻ്റ് ആണെന്ന് ഉറപ്പില്ലായിരുന്നു. അവിടെ തന്നെ ഈ വെള്ളച്ചാട്ടം തൊട്ട് തന്നെയാണ്. വെള്ളച്ചാട്ടം കുറച്ചുകൂടെ അപ്പുറത്താണ്. അവിടേക്കൊരു 100-150 മീറ്റർ ആണ്. അവിടേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ. അവിടേക്ക് പോകുകയാണെങ്കിൽ ഇവരെ ക്രോസ് ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. ഇവരോട് ആൾറെഡി നിൽപ്പുണ്ട്. ആ ഭാഗത്ത് പോയിരുന്നോ നിലവിൽ? ഇല്ല, ഞാൻ പോയിരുന്നു. ഞാൻ ആദ്യം അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നത്. സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത്? അവര് ഇതന്നെ പറഞ്ഞു. അവരവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ മുകളിലോട്ട് കയറി പോയെന്ന് പറഞ്ഞു. ഏതാനും മിനിറ്റുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ മറ്റു ശബ്ദങ്ങളോ ഒന്നും കേട്ടിരുന്നില്ല? ഒന്നും കേട്ടില്ല. ഇതിപ്പോൾ ഒരു 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ്. അല്ല, ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചപ്പോൾ സതീഷാണ് വിളിച്ചത്. സതീഷ് പറഞ്ഞാൽ ഒരുപാട് താഴ്ത്തൊന്നല്ല, കുറച്ച് മുകളിൽ തന്നെ. നമ്മൾ ഇറങ്ങിപ്പോയി അത്ര ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല? അത് തന്നെ. ഇത് സപ്പോസ് സംശയം ഇത് ഏതോ അപകടം എന്തോ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. ദുരൂഹതയുണ്ട്. ഈ ഡോഗ് സ്ക്വാഡ് ഏറ്റവും അവസാനം ഈ പ്രദേശവാസികളുടെ കടകളുടെ അടുത്ത് വന്നതെന്നാണ് കുടുംബത്തിന്റെ സംശയം. പിന്നെ അതിനുശേഷം ഒരു ഇത് അവിടെ ഐസ്ക്രീം കുടിക്കാനൊക്കെ മോള് പോയിട്ടുണ്ടല്ലോ? അവിടെ ഇല്ലല്ല, അവിടെ പോയില്ല. കാരണം ഞങ്ങൾ ആദ്യം വന്നത് ഇപ്പുറത്തെ സൈഡായിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ മാടിക്ക് നേരെ അവിടെ പോയി തിരിച്ചു വന്നു. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ആദ്യം ഈ ചെരുവിൽ വന്നു, അങ്ങനെ പോയി. ചിലവർ ആദ്യമേ തന്നെ മണിക്കുതാരെ പോയി. അപ്പോൾ ഇവരൊക്കെ ആദ്യം മണിക്കുതാരെ പോയി. ഇനി അതിന് മുമ്പ് ഇവരിവിടെ പോയോന്ന് പോലെ കൂട്ടുകാരോട് ചോദിച്ചാലും അറിയുള്ളൂ. ഈ ചെരുവിൽ ആദ്യം പോയിരുന്നു എന്നുള്ളതായിരുന്നു. ഐസ്ക്രീം വാങ്ങിക്കാൻ പോകണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. നിങ്ങൾ വരുന്ന കടകളിലുള്ളവർ കണ്ടിരുന്നോ? നിങ്ങൾ ഒരു സംഘം ഇങ്ങനെ വരുന്നത് മനസ്സിലായി. അതായത് കുട്ടികളെ ശ്രദ്ധിച്ച് അങ്ങനെ എന്തെങ്കിലും മറ്റാരെങ്കിലും ശ്രദ്ധിക്കും? അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെയൊന്നും ഈ പ്രദേശത്ത് CCTV മറ്റും ഉണ്ടായിരുന്നു? ഇല്ല. അവിടെ ഒന്നുമില്ല. 14 വയസ്സായിരുന്നു. 14 വയസ്സ്. ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് വന്ന യാത്ര പോയതല്ല? അതെ. ഇവിടുന്ന് പോയി ഞങ്ങൾ ഹമ്പി പോയി. ഹമ്പി 2 ദിവസം നിന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് ലാസ്റ്റ് ട്രിപ്പായിരുന്നു. എത്ര ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്? ഞങ്ങൾ 3 ദിവസം. 3 ദിവസം. 4-ാം ദിവസം ഇവിടെ എത്തുന്നതായിരുന്നു. 4-ാം തീയതി വൈകിട്ട് ഇവിടുന്ന് പോയി. 8-ാം തീയതി രാവിലെ ഇവിടെ എത്താനുള്ള പരിപാടിയായിരുന്നു. എങ്ങനെ പോയ? ബസ്സാണോ? ബസ്. ശ്രീനന്ദക്ക് വേറെ സഹോദരനുണ്ടോ? ശ്രീനന്ദയ്ക്ക് സഹോദരിയുണ്ട്. താഴെ ഒരു സഹോദരിയുണ്ട്. അവരും അവിടെ ഉണ്ട്. ഇളയ സഹോദരൻ. അച്ഛനമ്മ അവിടെ ഉണ്ട്. ഇല്ല, അവരവിടെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ മാത്രമാണ് പോകുന്നത്. പക്ഷേ ഇത് ശരിക്കും പോലീസ് ആദ്യമേ ലോക്കൽ ചോദ്യം ചെയ്തു തരച്ചു. പക്ഷേ അവർ കൂടുതൽ സമയം വൈകിയോ? എത്ര വിവരം അറിയിച്ചു? അവർ ബാക്കി അന്വേഷണങ്ങൾ നടത്തി, പക്ഷേ ഈ ഒരു കാര്യം മാത്രം ചെയ്തില്ല. നിങ്ങൾ വിവരം അറിയിച്ച 5-ർക്ക് തന്നെ അറിയിച്ചു കാണാതായ സമയത്ത്? അത് ഔട്ട് പോസ്റ്റിൽ. ഈ അവിടുന്ന് റൂറൽ സ്റ്റേഷനിലേക്ക് ഒരു 45 കിലോമീറ്റർ യാത്ര ചെയ്യണം. CCN കടമ്പഴിപ്പുറം.